പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മളെല്ലാവരും പ്രകൃതിയെ നിരീക്ഷിക്കുന്നവരാണ്. നമ്മുടെ പരിസര പ്രദേശത്തുള്ള സസ്യങ്ങളെയും മൃഗങ്ങളെയും അതുപോലെ മറ്റ് പൂക്കളാണെങ്കിലും ഇലകളാണെങ്കിലും എല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധ ഒരു ചെറിയൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കുളങ്ങളിലും അതുപോലെ പുഞ്ചയിലും ഒക്കെ കിടക്കുന്ന താമര താമര എന്ത് ചെളിയിൽ കിടന്നു കഴിഞ്ഞാലും അതിൻ്റെ പ്രതലം, അതിൻ്റെ സർഫസ് എപ്പോഴും വളരെ വൃത്തിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പുറത്തൊരിക്കലും ചെളി പിടിക്കില്ല. നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ധാരാളം ജലസസ്യങ്ങൾ നമ്മുടെ പുഞ്ചകളിലുണ്ട്, പായലുകളുണ്ട്, മറ്റതുപോലെയുള്ള കളകളുണ്ട്. അപ്പം അത്തരം സസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ താമര ഇലകളിൽ അതുപോലെ ആമ്പലിനും ഉണ്ടത് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ അഴുക്ക് പിടിക്കാറില്ല. അത് നമ്മൾ താമരയ്ക്ക് അല്ലെങ്കിൽ തന്നെ നമ്മളുടെ പുരാണങ്ങളിലും മറ്റും ഒരു പ്രത്യേക സ്ഥാനമാണുള്ളത്. അതായത് ഒരു താമര എന്ന് പറയുമ്പോൾ സേക്രഡ് ഫ്ലവർ എന്നുള്ള കാറ്റഗറിയിലാണ് അതിനെ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ സേക്രഡ് ഫ്ലവർ എന്നുള്ള കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആവണം ഇതിന് ഈ ഏത് ചെളിയിൽ കിടന്നു കഴിഞ്ഞാലും അതിൻ്റെ ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കുന്നത്. അപ്പം അത് നമ്മൾ സാധാരണയായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ അതിൽ നിന്നും ഇച്ചിരി മുന്നോട്ട് പോയാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രകൃതിയുടെ അനുഗ്രഹത്തിന് കാരണം എന്താണ് താമരയ്ക്ക് മാത്രം? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അടുത്തറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായി അതിനെ അവലോകനം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് ഞാൻ വളരെ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഭാഷയിൽ കൂടുതൽ ശാസ്ത്രത്തിൻ്റെ ഒത്തിരി വാക്കുകളും മറ്റും ഉപയോഗിക്കാതെ ലളിതമായ ഭാഷയിൽ പറയാൻ ശ്രമിക്കുകയാണ്. അതായത് നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ മുറികളിൽ ഇപ്പം നമ്മുടെ കൈതട്ടി ഗ്ലാസ് മറിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ചായക്കപ്പ് മറിഞ്ഞുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ വെള്ളം ആ പ്രതലത്തിൽ വളരെ പരന്നൊഴുകുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണുള്ളത്. അപ്പോൾ അതേസമയം നമ്മുടെ താമര ഇലകളിൽ ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ അവിടെ ഉരുണ്ടുരുണ്ട് കൊച്ചു വെള്ളത്തുള്ളികളായിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. വെള്ളത്തുള്ളികളാണ് ആ താമര ഇലകളിൽ വീഴുന്നത്. അപ്പോൾ ഈ പരന്നൊഴുകുന്നതും തുള്ളികളായിട്ട് ഫോം ചെയ്യുന്നത് തമ്മിലുള്ള ആ രണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമാണ് ഈ താമര ഇലകൾക്ക് ക്ലീൻനെസ് നൽകാനുള്ള ഒരു കാരണം. അത് നമുക്ക് എങ്ങനെയാണെന്ന് ഞാനത് കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യാം. അതായത് നമ്മളുടെ ഇപ്പോൾ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടികളാണ് ഇത്തരം ഈ പരന്നൊഴുകുന്നതിനും അതുപോലെ തന്നെ ഈ ചെറിയ ഡ്രോപ്പുകളായിട്ട് വെള്ളത്തുള്ളികളായിട്ട് ഫോം ചെയ്യുന്നതിനുള്ള കാരണം. അപ്പോൾ അതിനെ നമ്മൾ സാധാരണ പറയുന്നത് രണ്ട് വാക്കുകളാണ്, ഹൈഡ്രോഫിലിക് എന്നും ഹൈഡ്രോഫോബിക് എന്നും പറയാം. അപ്പോൾ ഫിലിക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലവിങ്. ഫോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പല്ലൻ്റ്, അതായത് അതിനെ ലവ് ചെയ്യുന്നില്ല. അപ്പം ഈ നമ്മളുടെ ഈ പരന്നൊഴുകുന്ന ആ ദ്രാവകങ്ങൾക്കെല്ലാമുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് ഹൈഡ്രോഫിലിക് പ്രോപ്പർട്ടികളാണ്. മറ്റുള്ളത് ഹൈഡ്രോഫോബിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഫോബിയ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യും, റിപ്പല്ലൻ്റാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പ്രത്യേകത വരുന്നത്. അപ്പം ഈ വരുന്ന നമ്മുടെ തറകളിൽ ഇത് വീഴുമ്പോഴുള്ള ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള തറകളിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരന്നൊഴുകുകയും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള സർഫസിൽ വീണ് കഴിഞ്ഞാൽ അത് സ്പെറിക്കൽ ഷേപ്പിൽ ഉരുണ്ടും വീഴും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും.
അപ്പം ഈ എല്ലാ പദാർത്ഥങ്ങളും പൊട്ടൻഷ്യൽ എനർജി മിനിമം ആക്കി വെക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ പരന്നൊഴുകുന്ന ഒരു ദാഹത്തിന് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. അപ്പോൾ ബോളത്തിലിരിക്കുന്ന സാധനങ്ങൾ അത് പരന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുകയുള്ളൂ. അപ്പോൾ എന്ത് പറ്റും, ഈ ഗോളമായിട്ടുള്ള ഡ്രോപ്പുകൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നാച്ചുറലി അത് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും, ഉരുളാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ബോളുകൾ ഇപ്പോൾ ഇത് താമര ഇലകളിലോ അല്ലെങ്കിൽ ആമ്പലിൻ്റെ ഇലയിലോ അല്ലെങ്കിൽ ഈവൻ ചേമ്പിലയിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക്. വെള്ളത്തുള്ളികൾ വീഴിഞ്ഞാൽ അങ്ങനെ നിൽക്കില്ല, അത് പരക്കത്തില്ല, അതിങ്ങനെ ഓടി നടക്കും. അപ്പോൾ അത് ശ്രമിക്കുന്ന അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി കൊണ്ടാണ് നമ്മളുടെ ഈ ഇതിനകത്ത് ഇലയിലെ താമര ഇല വളരെ ക്ലീനായി നിൽക്കുന്നതും അതുപോലെ മറ്റ് അല്ലാത്ത സാധാരണ ഇപ്പം നമ്മളുടെ തോട്ടങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഗാർഡനുകളിലോ ചെടിച്ചട്ടികളിലോ വെള്ളം ചെടികളിൽ എപ്പോഴും വെള്ളത്തിൽ നനവോടുകൂടി ഇലകൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമുക്കൊന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞത്, നമ്മൾ താമര ഇലകളും താമരപ്പൂവുകളെ എപ്പോഴും നമ്മൾ ഏത് ചെളിവെള്ളത്തിൽ വിട്ട് കഴിഞ്ഞാലും വളരെ ശുചിയായി അതിൻ്റെ വൃത്തി അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു. അതെന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ അന്വേഷിച്ചത്. അപ്പോൾ അതിനകത്തുനിന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ സ്വാഭാവികമായിട്ടും അതിൻ്റെ താമര ഇലയുടെ പ്രതലത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ 2 തരത്തിലുള്ള പ്രതലങ്ങൾ ഉണ്ട്. അതായത് ഇതിനെ ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് എന്ന് പറയുന്ന 2 പ്രതലങ്ങൾ. അതായത് നമ്മൾ ഈ വെള്ളത്തിനെ ലവ് ചെയ്യുന്നതും അത് വെള്ളത്തിനെ റിപ്പൽ ചെയ്യുന്നതുമായിട്ടുള്ള 2 സർഫസുകളുണ്ട്. അപ്പോൾ വെള്ളത്തിനെ ഇഷ്ടപ്പെടുന്ന സർഫസുകൾ അതിനെ പരന്നൊഴുകാനായിട്ട് സഹായിക്കുന്നു. മറ്റ് റിപ്പൽ ചെയ്യുന്ന സർഫസുകൾ അതിനെ റിപ്പൽ ചെയ്യുമ്പോൾ അത് പരക്കാതെ അത് ഗോളങ്ങളായിട്ട് മാറുന്നു. അപ്പം താമര ഇലകളിലെ ഗോളങ്ങളായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടുതൽ വിശകലനങ്ങൾ എൻ്റെ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. ഞാൻ ഡോക്ടർ ജയൻ. ഞാൻ ഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്തതാണ്. അതിനുശേഷം നാനോ ടെക്നോളജിയിൽ ധാരാളം പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാനോ ടെക്നോളജിയുടെ ഒരു വലിയൊരു അപ്ലൈഡ് ഏരിയയാണ് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്തത് ഈ താമര ഇലയുടെ കഥ. അതിൻ്റെ കഥകളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോകളിൽ വരാം. നമസ്കാരം.